മേടമാസം 1-ാം തീയതി വിഷുദിനത്തിൽ കണി വയ്ക്കാത്ത, കൈനീട്ടം വാങ്ങാത്ത മലയാളികൾ വിരളം. കേരളീയരുടെ 2 പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് ഓണവും വിഷുവും. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണൻ അസുര രാജാവായ നരകാസുരനെ വധിച്ച് ആസുര ശക്തികൾക്കുമേൽ വിജയം നേടിയ ദിനമെന്നാണ് അതിൽ ഒരു ഐതിഹ്യം. മറ്റൊന്ന് രാവണനുമായി ബന്ധപ്പെട്ട ഒരു വിചിത്ര കഥയാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം സൂര്യദേവനെ കിഴക്കുദിക്കുന്നതിൽ നിന്നും തടഞ്ഞുവത്രേ. പിന്നീട് രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷമാണ് സൂര്യദേവന് വീണ്ടും കിഴക്കുദിക്കാൻ സാധിച്ചത്. ഇതിന്റെ സന്തോഷത്തിലാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു കഥ. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിനമാണ് വിഷു. കഥകളിങ്ങനെ പലതുണ്ടെങ്കിലും മലയാളികൾക്ക് വിഷുവും കൊന്നപ്പൂക്കളോടുകൂടിയ വിഷുക്കണിയും വളരെ പ്രിയപ്പെട്ടതാണ്. കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ്. കൊടും വേനലിൽ മറ്റു വൃക്ഷലതാദികളൊക്കെ വാടിത്തളർന്ന് നിൽക്കുമ്പോഴും സ്വർണ്ണശോഭയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരം പ്രകൃതി തന്നെ വിഷുവിനായി തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ്. കർണികാരം എന്നുകൂടി പേരുള്ള കൊന്നയെ സംബന്ധിച്ചും നിരവധി കഥകളുണ്ട്. ഈ മരത്തിന്റെ പിറകിൽ മറഞ്ഞിരുന്നാണത്രേ ശ്രീരാമൻ ബാലിയെ അമ്പെയ്ത് വധിച്ചത്. അങ്ങനെ ആരെയും കൊല്ലാതെ തന്നെ കൊന്നമരം എന്ന് പേര് കിട്ടിയ ഈ വൃക്ഷത്തിനെ ഒരിക്കൽ ഉണ്ണിക്കണ്ണൻ ശാപമോക്ഷം കൊടുത്ത ശേഷമാണത്രേ ഇത് സ്വർണ്ണ നിറത്തിൽ പൂത്തുലയാൻ തുടങ്ങിയത്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ദരിദ്ര ബാലന് ഉണ്ണിക്കണ്ണനോടുള്ള കലശലായ ഭക്തിയിൽ സംപ്രീതനായ കണ്ണൻ ബാലകരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ കിങ്ങിണി പൊന്നരിഞ്ഞാണം സമ്മാനമായി നൽകി. എന്നാൽ പിറ്റേ ദിവസം നട തുറന്ന പൂജാരിക്ക് പൊന്നരിഞ്ഞാണം ഇല്ലാതെ നിൽക്കുന്ന കൃഷ്ണവിഗ്രഹത്തെയാണ് കാണാൻ സാധിച്ചത്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ബാലന്റെ കയ്യിൽ നിന്നും പൊന്നരിഞ്ഞാണം കണ്ടെത്തിയ നാട്ടുകാർ അവനെ കള്ളനെന്ന് മുദ്രകുത്തി. കണ്ണൻ തനിക്ക് തന്ന സമ്മാനമാണെന്ന് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല, സ്വന്തം അമ്മ പോലും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടയിലെത്തിയ ആ ബാലൻ ഏറെ നേരം കണ്ണനോട് സത്യം വെളിപ്പെടുത്താൻ പ്രാർത്ഥിച്ചു. എന്നാൽ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടില്ല. ഇതിൽ മനം നൊന്ത ആ ബാലൻ എനിക്ക് നിന്റെ സമ്മാനം വേണ്ട എന്ന് പറഞ്ഞ് ആ പൊന്നിൻ കിങ്ങിണി അരഞ്ഞാണം വലിച്ചെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഊരിയെറിഞ്ഞ ആ കിങ്ങിണി അരഞ്ഞാണം തൊട്ടടുത്തുള്ള കൊന്നമരത്തിൽ വീണ് സ്വർണ്ണ കിങ്ങിണി രൂപമാർന്ന കൊന്നപ്പൂവായി മാറിയത്രേ. ഒരു വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത വിഷു വരെ അനുഭവവേദ്യമാകുമെന്നാണ് വിശ്വാസം. ആയതിനാൽ തന്നെ ഏറ്റവും മികച്ചതും സമൃദ്ധവുമായ വിഷുക്കണി ഒരുക്കിയാണ് വിഷുപ്പുലരിയെ വരവേൽക്കുന്നത്. കൊന്നപ്പൂക്കളും അലങ്കരിച്ച കൃഷ്ണവിഗ്രഹവും നിലവിളക്കും ഓട്ടുതളികയിൽ കണിവെള്ളരി ഉൾപ്പെടെ കാർഷിക വിളകളും സ്വർണം, പണം, ധാന്യങ്ങൾ, ഒപ്പം സ്വന്തം പ്രതിബിംബം തെളിഞ്ഞു കാണാവുന്ന ഒരു വാൽക്കണ്ണാടിയും കൂടെയായാൽ വിഷുക്കണി തയ്യാർ. ശേഷം വിഭവസമൃദ്ധമായ വിഷു സദ്യയും കൂടിയായാൽ വിഷു കെങ്കേമം. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.